ഈ മാനിഫെസ്റ്റേഷൻ എന്നുള്ളത് ഭയങ്കരമായിട്ട് ഇവിടെ ഭയങ്കര പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. പക്ഷേ പലരും എനിക്ക് മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നത് മാനിഫെസ്റ്റ് ട്രൈ ചെയ്തു, കുറേ പ്രാക്ടീസ് ചെയ്തു, പക്ഷെ എനിക്ക് കിട്ടുന്നില്ല, എന്തുകൊണ്ട് എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഈ മാനിഫെസ്റ്റ് ചെയ്തിട്ട് കിട്ടാത്തവരോടും അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ തിങ്ക് ചെയ്യുന്നവരോടാണ് എനിക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാനുള്ളത്. നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക, ശ്രദ്ധിക്കുക. മാനിഫെസ്റ്റ് അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു മേജിക് അല്ല. ഓക്കെ, ഇറ്റ്സ് നോട്ട് എ മേജിക്. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നടക്കണം. എന്നാൽ ചില കാരണങ്ങൾ, തടസ്സങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, മാനസികമായിട്ടുള്ള ചില റൊട്ടീനുകളെല്ലാം തകരാറായതുകൊണ്ട് തന്നെ നമ്മുടെ ലൈഫിലോട്ട് അവ വരുന്നില്ല എന്നുള്ള പോലെയുള്ള ചില കാര്യങ്ങളുണ്ട്. ഇവയെ നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി, നമ്മളുടെ ബിലീവിംഗ് സിസ്റ്റം മാറ്റി, നമ്മളെ ആക്ടിവിറ്റീസ് മാറ്റിയിട്ട് അവയെ നമ്മളിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ അവയിലോട്ട് എത്തിച്ചേരുക എന്നുള്ളൊരു കോൺസെപ്റ്റാണ് മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ മാനിഫെസ്റ്റേഷൻ, ലോ ഓഫ് അട്രാക്ഷൻ വർക്കാവാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, മൈൻഡ് ഡിസ്ട്രാക്റ്റഡ് ആണ്. 2, ബിലീവിങ് ഇല്ല. 3, കിട്ടോ എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ ഒരു ലൈക്ക് അതിനൊരു എല്ലാത്തിനും ഒരു റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. ആ റെസ്പെക്റ്റ് ഇല്ലായ്മ, അല്ലെങ്കിൽ ചിലവരെന്ത് ചെയ്യും, ഇത് ചെയ്തതിന് ശേഷം ഇതെന്താ വരാത്ത, ഇതെന്നാ വരാ, എപ്പോഴാണ് കിട്ടുക, എവിടെന്നാ കിട്ടുക, ഇങ്ങനെയുള്ള ഡൗട്ട്ഫുൾ സെൽഫ് ഡൗട്ട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം കിട്ടില്ല, നിങ്ങൾക്കത് പോസിബിൾ ആവില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അതിന് അർഹനാണ് എന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് തന്നെ ഉണ്ടായിരിക്കണം. നിങ്ങൾ അർഹനാണ് എന്ന് പറയുന്നതിനുള്ള കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഒരു കാരണം കൊണ്ടും അത് കിട്ടുകയില്ല, ഒരിക്കലും നിങ്ങൾക്കത് കിട്ടുകയില്ല. നിങ്ങൾക്കത് കിട്ടാനുള്ള ഒരു യോഗ്യതയും ഇല്ല, അർഹതയും ഇല്ല. പക്ഷെ അത് മാനിഫെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ പോസിബിൾ. ഓക്കെ, സോ അതും നിങ്ങൾക്ക് ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്തിട്ട് അട്രാക്ട് ചെയ്തെടുക്കാൻ കഴിയില്ല. സോ നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അർഹനാണ് എന്നെല്ലാം നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടും, എത്രയൊക്കെ ചെയ്തിട്ടും, എത്ര തവണ ട്രൈ ചെയ്തിട്ടും, ഏതെല്ലാം ലെവലുകളിൽ പരിശ്രമിച്ചിട്ടും ട്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് കിട്ടാത്തൊരു കാര്യം, അതിൽ നിങ്ങൾക്കുള്ള ചിന്തകളിലുള്ള ബ്ലോക്കേജുകൾ നികത്തി, ആ ബ്ലോക്കേജുകൾ തട്ടി നീക്കിക്കൊണ്ട് ചില പ്രാക്ടീസുകൾ ചെയ്തുകൊണ്ട് നിങ്ങൾക്കത് ആകർഷിച്ചെടുക്കാനുള്ള ആ ഒരു പ്രോസസ്സിങ്ങിനെ പറയുന്ന പേരാണ് മാനിഫെസ്റ്റേഷൻ. സോ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ അതിന് അർഹനല്ല എന്ന് അക്സെപ്റ്റ് ചെയ്യുക. പകരം നിങ്ങൾക്ക് അർഹമായത് എന്താണോ, നിങ്ങൾ ഏതിനാണോ അർഹതപ്പെട്ടത്, അത് നിങ്ങളിലോട്ട് എത്തിച്ചേരണം എന്നുള്ള രീതിയിൽ ബിലീവ് ചെയ്യുകയും അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്താൽ എല്ലാവർക്കും എല്ലാം കിട്ടും, നിങ്ങൾക്കത് അർഹതയുണ്ടെങ്കിൽ മാത്രം. നിങ്ങൾക്ക് അർഹതയില്ലെങ്കിൽ മാനിഫെസ്റ്റ് അല്ല, ഇനി അതിനപ്പുറം എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല, നോ യൂസ്. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണ്ടി മറക്കാതെ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് പ്രൊഫൈലിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. കോമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോമൻറ്റ് കൂടി ചെയ്യുക. മറക്കാതെ ഈ ഒരു അറിവ് എല്ലാവരിലോട്ട് എത്താൻ വേണ്ടി ഒന്ന് ഷെയർ കൂടി ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.